മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് ഹാജരാകില്ല. ഇഡിയുടെ സമൻസ് നിയമവിരുദ്ധമെന്ന് ആവർത്തിച്ച് ഐസക്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് ഹാജരാകില്ല. ഇഡിയുടെ സമൻസ് നിയമവിരുദ്ധമെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഐസക്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? വൃന്ദ, ഇപ്പോൾ തോമസ് ഐസക് മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇഡിയുടെ സമൻസ് നിയമവിരുദ്ധമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കിഫ്ബി വ്യക്തമാക്കുന്നത് കിഫ്ബി ഹാജരാകുമെന്നാണ്. കിഫ്ബിയുടെ ഫിനാൻസ് DGM ആയിട്ടുള്ള അശോക് കുമാർ മാനേജറും ഹാജരാകും. പക്ഷേ CEO-യെ അയക്കാൻ കഴിയില്ലെന്നാണ് കിഫ്ബി ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പേജുള്ള സർട്ടിഫൈഡ് കോപ്പികൾ, ചില ഡോക്യുമെന്റുകളുടെ കോപ്പികളുണ്ട്. അതിന്റെ കൂടുതൽ പേജുള്ള സർട്ടിഫൈഡ് കോപ്പികൾ ഇപ്പോൾ നൽകാൻ സാധിക്കില്ലെന്നും കിഫ്ബി വ്യക്തമാക്കിയിട്ടുണ്ട്. തോമസ് ഐസകിന്റെ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്നത് ഈ സമൻസ് നിയമവിരുദ്ധമാണ് എന്നാണ്. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഐസക് ഹാജരായി തീരൂ എന്നാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ED പറയുന്നത്. EDയുടെ വാദം അത് തന്നെയാണ്. ആ കാര്യത്തിൽ ED ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ DGM-ഉം ഉദ്യോഗസ്ഥരും ഈ മാസം 27, 28 തീയതികളിൽ ഹാജരാകുമെന്നാണ് കിഫ്ബി അറിയിച്ചിരിക്കുന്നത്. ഇതാണ് കിഫ്ബിയുടെ ഭാഗത്തു നിന്നുള്ള ഇന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഈ തോമസ് ഐസക്കാണ് തന്റെ ഭാഗങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത്. അതായത് സമൻസ് അയക്കാൻ EDക്ക് അധികാരമില്ലെന്നും ഹാജരാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ തോമസ് ഐസക്കിനെതിരെ നിലവിൽ കേസില്ലെന്ന് കോടതിയും വ്യക്തമാകുന്നുണ്ട്. വിവരങ്ങൾ മാത്രമാണ് ED ചോദിക്കുന്നത് എന്നും കോടതി ഐസക്കിനോട് പറഞ്ഞിരിക്കുകയാണ്. അറിയില്ലെങ്കിൽ അതും പറയാമല്ലോ എന്നും കോടതി ഇന്ന് ഐസക്കിനോട് പറഞ്ഞിട്ടുണ്ട്. സമൻസിന് മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ കേസിന്റെ മെറിറ്റിൽ വാദം കേൾക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേസിൽ ഇടക്കാല ഉത്തരവിടുന്നില്ലെന്നും ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഇന്ന് കോടതിയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും തോമസ് ഐസക്കിന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അദ്ദേഹം ഹാജരാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഹൈക്കോടതി ഇനി ഈ കേസിന്റെ മെറിറ്റിൽ വാദം കേൾക്കാനായിരിക്കും. അതായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നടപടി. വൃന്ദ, മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് ഹാജരാകില്ല. ഇഡിയുടെ സമൻസ് നിയമവിരുദ്ധമെന്ന് ആവർത്തിക്കുകയാണ് ഐസക്. വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും AT അശ്വതി.